കോട്ടയം ഏറ്റുമാനൂരിൽ അമ്മയും മക്കളും ട്രെയിനിന് മുന്നിൽ ചാടിമരിച്ച സംഭവത്തിൽ വിശദമായി അന്വേഷണം നടത്തണമെന്ന് നിർദ്ദേശിച്ച് മനുഷ്യാവകാശ കമ്മീഷൻ രംഗത്ത് വന്നു. അന്വേഷണം നടത്തി 2 ആഴ്ചക്കകം റിപ്പോർട്ട് നൽകാൻ കോട്ടയം ജില്ലാ പോലീസ് മേധാവിയോട് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കഴിഞ്ഞ വെള്ളിയാഴ്ചയാണ് പരോലിക്കൽ സ്വദേശി ഷൈനിയും മക്കളായ അലീനയും ഇവാനയും ട്രെയിനിന് മുന്നിൽ ചാടി മരിച്ചത്. വെള്ളിയാഴ്ച പുലർച്ചെ 5:20 കോട്ടയം നിലമ്പൂർ എക്സ്പ്രസ് ട്രെയിനാണ് ഇടിച്ചത്. ട്രെയിന് മുന്നിലേക്ക് 3 പേർ ഒരുമിച്ച് ചാടുകയായിരുന്നു എന്നാണ് ട്രെയിനിന്റെ ലോക്കോ പൈലറ്റ് അറിയിച്ചത്. മരണത്തിലേക്ക് നയിച്ച കാരണങ്ങളിൽ ഇപ്പോഴും വ്യക്തത കൈവന്നിട്ടില്ല. കുടുംബ പ്രശ്നങ്ങളാണ് ആത്മഹത്യയിലേക്ക് നയിച്ചതെന്നാണ് പ്രാഥമിക നിഗമനം. ഷൈനയും ഭർത്താവ് തൊടുപുഴ സ്വദേശി നോബി ലൂക്കോസും തമ്മിൽ പിരിഞ്ഞു കഴിയുകയാണ്. കോടതിയിൽ ഡിവോഴ്സ് കേസ് നടക്കുന്നതിനിടെയാണ് ദാരുണമായ ഈ സംഭവങ്ങൾ ഉണ്ടായത്. കഴിഞ്ഞ 9 മാസമായി ഷൈനി പരോലിക്കാലിലെ വീട്ടിൽ തന്നെയാണ് കഴിയുന്നത്. രാവിലെ പള്ളിയിൽ പോകാനെന്ന് പറഞ്ഞാണ് ഷൈനിയും മക്കളും വീട്ടിൽ നിന്നും ഇറങ്ങിയതെന്ന് ബന്ധുക്കൾ പറയുന്നു. സംഭവം നടക്കുന്നതിന്റെ തലേന്ന് വൈകിട്ടും വീട്ടുകാർ ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിച്ചിരുന്നു. BSc നഴ്സായിരുന്ന ഷൈനി കുറെ നാളായി ജോലി ചെയ്തിരുന്നില്ല. ഈ അടുത്തിടെ വീണ്ടും ജോലിക്ക് ശ്രമിച്ചിരുന്നു. ജോലി കിട്ടാതെ വന്നതിനുള്ള വിഷമം ഉണ്ടായിരുന്നുവെന്നും ബന്ധുക്കൾ പറയുന്നു. എന്നാൽ ജോലിക്ക് പോകാൻ ഷൈനിക്ക് തടസ്സമായി നിന്നത് ഭർത്താവിന്റെ വീട്ടുകാരാണെന്നാണ് ഇപ്പോൾ ഉയരുന്ന ആരോപണം. ഇന്നലെയാണ് മരിച്ചവരുടെ സംസ്കാര ചടങ്ങുകൾ നടന്നത്. വൻ ജനാവലിയുടെ സാന്നിധ്യത്തിൽ ചുങ്കം സെന്റ് മേരീസ് ക്രാനായ കത്തോലിക്ക ഫൊറോന പള്ളിയിലായിരുന്നു സംസ്കാരം നടന്നത്. ഇന്നലെ ഉച്ചയ്ക്ക് 3 മണിയോടെയാണ് ഷൈനിയുടെ ഭർത്താവ് നോബിയുടെ വീട്ടിൽ ഇവരുടെ മൃതദേഹങ്ങൾ കൊണ്ടുവന്നത്. നോബി അത്രമേൽ ഷൈനിയെ ദ്രോഹിച്ചത് അറിയാവുന്ന നാട്ടുകാർ ആരും നോബിയുടെ വീട്ടിലേക്ക് എത്തിയില്ല. നോബിയുടെ വീട്ടിൽ ബന്ധുക്കൾ മാത്രമാണ് ഉണ്ടായിരുന്നത്. എന്നാൽ നാട്ടുകാർ എല്ലാവരും പള്ളിയിലെ പൊതുദർശനത്തിന് എത്തുകയും ചെയ്തു. 3 മണി കഴിഞ്ഞാണ് ആ വിലാപയാത്ര പള്ളിയിലേക്ക് എത്തിച്ചേർന്നത്. പള്ളിയിൽ വൻ ജനാവലി തന്നെ അവരെ കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു. എന്നാൽ പ്രതിഷേധം ഭയന്ന് ഷൈനിയുടെ ഭർത്താവ് നോബിയോ അയാളുടെ വീട്ടുകാരോ പള്ളിയിലേക്ക് എത്തിയതുമില്ല. ഒടുവിൽ ചടങ്ങുകൾക്ക് ശേഷം അമ്മ ഷൈനിയെ ഒരു കല്ലറയിലും മക്കൾ അലീനയെയും ഇവാനെയും ഒരുമിച്ച് ഒരു കല്ലറയിലുമാണ് അടക്കം ചെയ്തത്. ഒരിക്കലും തിരികെ പോകരുതെന്ന് ഷൈനി ആഗ്രഹിച്ച സ്ഥലത്ത് തന്നെയാണ് അവരുടെ അന്ത്യകർമ്മങ്ങൾ നടന്നത്. ഭർത്താവ് നോബി ലൂക്കോസിന്റെ ഗാർഹിക പീഡനങ്ങളെ തുടർന്നായിരുന്നു ഷൈനി വീട് വിട്ടിറങ്ങിയത്. എന്നാൽ സ്വന്തം വീട്ടിലെ ഇടവകയിൽ അടക്കാതെ ഷൈനിയെയും മക്കളെയും ഭർത്താവിന്റെ ഇടവകയായ തൊടുപുഴയിലെ ചുങ്കം പള്ളി ഇടവകയിലെ സെമിത്തേരിയിലാണ് അടക്കം ചെയ്തത്. ഷൈനിയുടെ ഇടവകയായ കാരിത്താസ് പള്ളി സെമിത്തേരിയിൽ അടക്കാനായിരുന്നു ആലോചിച്ചിരുന്നത്. എന്നാൽ ഇവരുടെ മകനെ കൊണ്ട് പോലീസിൽ ഒരു പരാതി കൊടുപ്പിച്ചതോടെ ഷൈനിയുടെയും മക്കളുടെയും സംസ്കാരം ഭർത്തൃവീട്ടുകാരുടെ ഇടവകയായ ചുങ്കം പള്ളിയിൽ നടത്താൻ തീരുമാനിക്കുകയായിരുന്നു. മക്കളും കൊച്ചുമക്കളും നഷ്ടമായ വേദനയിൽ ഇരിക്കുന്ന ഷൈനിയുടെ വീട്ടുകാരും ഇക്കാര്യത്തിൽ എതിർപ്പൊന്നും പറഞ്ഞതുമില്ല. ചുങ്കം പള്ളി സെമിത്തേരിയിലാണ് ഇപ്പോൾ ഷൈനിയും മക്കളും അവസാന നിദ്ര കൊള്ളുന്നത്. അതേസമയം ഈ സംഭവം അറിയ നാട്ടുകാർ കടുത്ത അമർഷത്തിലാണ്. മകനെ അമ്മയിൽ നിന്നും അകറ്റാൻ ആസൂത്രിത ശ്രമങ്ങൾ നടന്നതായും ആരോപണം ഉയരുന്നുണ്ട്. ഒറ്റയ്ക്ക് 2 പെൺമക്കളെ വളർത്തുന്ന ആദി കൊണ്ടാണ് ഷൈനി മക്കൾക്കൊപ്പം ജീവനൊടുക്കിയത്. നല്ലൊരു ജോലിക്കായി പരിശ്രമങ്ങൾ നടത്തിയെങ്കിലും അതെല്ലാം പാഴായി പോവുകയായിരുന്നു. ജോലി ചെയ്യാൻ ആവശ്യമായ വിദ്യാഭ്യാസ യോഗ്യത ഉണ്ടായിട്ടും ജോലിക്ക് പോകാൻ സാധിക്കാതെ കുടുംബത്തെ നോക്കേണ്ടി വന്നതോടെ ആ കരിയറിന് ഗ്യാപ്പ് വന്നിരുന്നു. പിന്നീട് ആവശ്യഘട്ടത്തിൽ ഒരു ജോലിക്ക് കയറാൻ ശ്രമിച്ചപ്പോൾ അതിന് സാധിക്കാതെ വന്നതുകൊണ്ട് മക്കൾക്കൊപ്പം ആത്മഹത്യ ചെയ്യേണ്ട സാഹചര്യവും ഉണ്ടായി. ഭർത്താവിന്റെ കുടുംബത്തിന് വേണ്ടി ജീവിച്ചവളായിട്ടും ഷൈനി കുടുംബവഴക്കിന്റെ പേരിൽ ആ വീട്ടിൽ നിന്നും പുറത്തു പോകേണ്ടി വന്നു. BSc നഴ്സിംഗ് ബിരുദമുണ്ടായിട്ടും 12 വർഷത്തെ കരിയർ ബ്രേക്കിന്റെ പേരിൽ അവർക്ക് പല ആശുപത്രികളും ജോലി നിഷേധിക്കുകയായിരുന്നു. അതോടെയാണ് അവസാനത്തെ തീരുമാനം എന്ന നിലക്ക് ആത്മഹത്യയിലേക്ക് ആ കുടുംബം എത്തിയത്.